മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ആ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ BJPയുടെ ഗവൺമെന്റ് എടുത്ത സമീപനം, ഡൽഹി പോലീസ് എടുത്ത സമീപനം ഞാനും നിങ്ങൾ കണ്ടു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നേരെ നടന്ന കയ്യേറ്റം, അദ്ദേഹത്തിന്റെ മുക്കിൽ നിന്ന് ചോര ഒലിച്ച് വീഴുന്നത് നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടായി. ഡൽഹിയിലെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കയ്യേറ്റം ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഒരു വ്യക്തിക്ക് നേരെയുള്ള കയ്യേറ്റമല്ല. ഭരണകൂടം ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിനെയാണ്. ആ പ്രതിപക്ഷ നേതാവാണ് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്. ആ പ്രതിപക്ഷ നേതാവാണ് ശക്തമായ ഒരു സമരം നയിച്ചത്. ആ സമരം നയിച്ച നേതാക്കളെ തല്ലി ഒടിക്കുന്ന കാഴ്ച, ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരം. ആ കോൺഗ്രസിലെ സംഘടിപ്പിച്ച സമരത്തിലേക്ക് കടന്നു വന്ന ആളുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ഡൽഹിയിലെ സഹപ്രവർത്തകർ പറയുന്നത്, കോൺഗ്രസുമായി ഇന്നലകളിൽ അഭിപ്രായ വ്യത്യാസമുള്ള എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നലെ ഒഴുകിയെത്തി. വളരെ പെട്ടെന്നാണ് നമ്മൾ സമരം സംഘടിപ്പിച്ചത്. ആ സമരത്തിലേക്ക് 10,000 ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഭരണകൂടത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എത്രമാത്രം ഈ ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഭരണകൂട ഭീകരത അത് എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കും. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അധ്യാപകരും ജീവനക്കാരും കർഷകരും കർഷക തൊഴിലാളികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിന് ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിക്കുവാൻ വരും കാലങ്ങളിൽ പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമരം. ആ ഒരു പോരാട്ടത്തിന് മുന്നിൽ ഭരണകൂട ഭീകരത എത്ര വലുതാണെങ്കിലും അതിനൊക്കെ തകർത്തെറിയാനുള്ള ശക്തി ആ പോരാട്ടത്തിനും പ്രക്ഷോഭത്തിനും ഉണ്ടാകും. ആ പ്രക്ഷോഭത്തിനൊടുവിൽ ഈ ഇത്തരത്തിലുള്ള ജനങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തകർന്നു വീഴുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്ന ദിവസങ്ങൾ അനധിവിദൂരമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി NGO അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ധർണയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനായി ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ അറിഞ്ഞോ? ഒരു സമാപനമില്ലാത്ത ഒരു സാഹചര്യത്തില് വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് 20 ദിവസമായി സമരം നടത്തുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനോട് ചേർന്ന് നിന്ന് സമരം ചെയ്യുകയാണ്. ഈ സമരത്തെ ഇന്നലെ മിനിയാന്നായിട്ട് നമുക്കറിയാം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള കൂടുതൽ ഈ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിന് പിന്തുണയുമായിട്ട് എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ ഭാഗമായി ചേർന്നപ്പോൾ ഇന്ത്യ സർക്കാരിന് വന്നിട്ടുള്ള ഒരു ആക്ഷേപം, ലോകതലത്തിൽ വന്നിട്ടുള്ള ഒരു ആക്ഷേപം. കാരണം ഡൽഹി എന്ന് പറയുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ